എത്ര മിടുക്ക് കളിച്ചാലും കൃപയുള്ള പൂട്ടിയ അതുകൊണ്ട് നീ സൂക്ഷിച്ചിടപെട്ടോണം. അത് ഞാനൊരു കഥ പറയാം, ഒരു സംഭവ കഥയല്ല. വാര്യാപുരം ജോനാച്ചായൻ എന്ന് പറഞ്ഞ ഭക്തനായ ഒരു പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ വർഷവും 21 ഇരിക്കുന്ന കൂടൽ കുഞ്ഞിച്ചാൻ ഉണ്ടായിരുന്നു. കൂടൽ കുഞ്ഞിച്ചാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കൂടൽ കുഞ്ഞിച്ചാൻ എല്ലാ 21 ഇവർ ഒന്നിച്ചിരിക്കുന്നത്. ഒന്നിച്ചുള്ള ശുശ്രൂഷ അനുഗ്രഹം കേട്ടോ. ഹല്ലേലൂയ, അത് തുടങ്ങിയേക്കുക. അപ്പോ ഈ ഇവരിങ്ങനെ ശുശ്രൂഷിച്ച് ദൂതൊക്കെ പറഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് യോഗത്തിനിടയ്ക്ക് ചുമ്മാ പരീക്ഷനായിട്ട് ഒരാൾ വന്നിരിപ്പുണ്ട്. ഇവിടെ അല്ല, യോനാച്ചാന്റെ വീട്ടിൽ. ഫ്രീസലോ. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ദൂത് പറഞ്ഞപ്പോ ഈ കുഞ്ചാനെ കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുള്ളതുകൊണ്ട് പുള്ളി ശമ്പളപൂട്ടിരുന്ന് മടിയിലൊരു തലവണ വെച്ച് തലവണയിൽ ഇങ്ങനെ കൈ കുത്തിയിരുന്ന പ്രവചിക്കുന്നത്. അല്ല, ആക്കുറേറ്റ് പ്രവചനം. ഇന്നത്തെ കൂട്ടൊന്നും അല്ല. തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിൻ കയറിയപ്പോൾ ഉണ്ടായ ദൂതൊന്നും അല്ല. പുള്ളി ആത്മാവിൽ ദൂത് പറയുന്ന സ്തോത്രം. അപ്പോ ഈ ദൂത് പറഞ്ഞ കൂട്ടത്തിൽ മത്തായി എന്ന് പറയുന്ന ഒരാള് ഈ യോനാച്ചാൻ്റെ അവിടെ ഇരുന്ന് ഇതിനെല്ലാം വിമർശിക്കുക. മൊത്തം അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് കമന്റ് ഒന്നും ഇടുന്നില്ല, വിമർശിക്കുന്നതേ ഉള്ളൂ നേരിട്ട്. സ്തോത്രം. എഴുതി വിടുന്നൊന്നുമില്ല, ഇരുന്നങ്ങ് വിമർശിക്കുക. ഇപ്പൊ ആത്മാവ് നിറഞ്ഞ കൂടൽ കുഞ്ചാൻ പറഞ്ഞു, സഹോദര, നിന്റെ കണ്ണ് ആറ്റരികത്തെ കാക്ക കുത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അയ്യോ, കഷ്ടകാലത്തിന് വേറെ വല്ലതും വേണം. മത്തായി ഇളകി, മത്തായിയിലെ പൂത ഇളകി കൂടൽ കുഞ്ഞിച്ചായനെ വിളിക്കാൻ ഇനിയൊന്നുമില്ല. പുള്ളിക്കറിയാവുന്ന എല്ലാ ആംഗലേയ സാഹിത്യത്തിലെ ഭാഷയും പുള്ളി വിളിച്ചോളാം. യോനാച്ചാൻ പറഞ്ഞു, എൻ്റെ മത്തായിച്ച നീ വീട്ടിൽ പോകും, വടക്കുണ്ടാക്കാതെ യോഗം നടക്കാതെ 21 ദിവസം ഉപവാസമല്ല, ഇന്ന് 16ാമത്തെ ദിവസം, നീ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് വീട്ടിൽ വിട്ടു. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും എല്ലാ വർഷവും 21, രണ്ടാമത്തെ 21 വരിക. അപ്പോൾ കൂടൽ കുഞ്ഞിച്ചായം വന്നു. ഈ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട്, എടോ കള്ളപ്രവാചക കുഞ്ഞുഞ്ഞെ, എൻ്റെ കണ്ണിപ്പോഴും ഉണ്ട് കേട്ടോടോ, എൻ്റെ കണ്ണിപ്പോഴും ഉണ്ട്. താൻ കഴിഞ്ഞ വർഷം പറഞ്ഞില്ലേ കാക്ക കൊത്തുവെന്നൊക്കെ. എടോ, ഇനിയെങ്കിലും ഈ കള്ളപ്പണി നിർത്തി വെച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു. യോനാച്ചാൻ എന്തേലും ശാന്തനാക്കി വിട്ടു. പുള്ളി അങ്ങോട്ട് ഇറങ്ങി. തൊട്ടപ്പുറത്ത് തൂക്കുപാലം എന്ന് ജംഗ്ഷനാണ്. തൂക്കുപാലം നമ്മുടെ ചപ്പാത്തിലെ തൂക്കുപാലമല്ല, പുല്ലൂരെ തൂക്കുപാലമല്ല, ഈ വാര്യാപുരത്തൊരു തൂക്കുപാലമുണ്ട്, ജംഗ്ഷനാണ്. അതിലൂടെ അകത്തോട്ട് കയറിയാൽ ഈ മത്തായിയുടെ വീടാണ്. മത്തായി അകത്തോട്ട് കയറി ഒരു 16-17 കിലോ ഷീറ്റ് തലയെ ചുമ്മിക്കൊണ്ട് വന്ന് തൂക്കുപാലം നിൽക്കുമ്പോൾ ബസ് വന്നു. ബസ്സിലോട്ട് ഗോവേണയെ കൂടെ കയറി ഷീറ്റിട്ടു. ഇറങ്ങി വന്നിച്ച് അദ്ദേഹം ഈ സ്റ്റെപ്പയിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ കയറി മുണ്ടിൻ്റെ അറ്റത്ത് ഒരു കാല് ചവിട്ടിയിട്ടാണ് കയറിയത്. അപ്പം പുള്ളി അങ്ങോട്ട് കയറിയപ്പോൾ മുണ്ട് ഇങ്ങോട്ട് വലിച്ചു പുള്ളിയെ. നമ്മളാരും വേണ്ട, മുണ്ട് വലിക്കും. മുണ്ട് ഇങ്ങോട്ട് വലിച്ചു, പുള്ളി അങ്ങോട്ട് കയറി, പുള്ളി താഴോട്ട് വീണു. ഇതറിയാതെ കിളി വെല്ലടിച്ചു. കിളി എന്ന് പറഞ്ഞാൽ അറിയാമോ? പണ്ടുണ്ടായിരുന്ന ആളാ. ബസ്സിൽ കിളി വെല്ലടിച്ചു, വണ്ടി എടുത്തു, തലയെ കൂടെ വീലങ്ങ് കയറി. ഈ ആപ്പിള് പൊട്ടുന്ന പോലെ തല പൊട്ടിയപ്പോൾ കണ്ണ് തെറിച്ചു. അടുത്ത ആളുകളുടെ വണ്ടി നിർത്തിയ ആൾ കൂടി പുതപ്പിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് ഒരു പായ എടുത്തുകൊണ്ട് വന്ന് പുതപ്പിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു റബ്ബറിൽ ഇരുന്നുകൊണ്ട്, യോനാച്ചാന്റെ നേരെ മിറ്റത്തിന് മുന്നിലുള്ള റബ്ബറിൽ ഇരുന്നുകൊണ്ട് കാക്ക കണ്ണ് തിന്നുക. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നീ അഭിഷേകത്തിനെതിരെ നിൽക്കരുത്, നീ ആത്മാവിനെതിരെ നിൽക്കരുത്. നിനക്ക് 1 വർഷം സമയം തന്നതാ, നിന്നെ മിടുക്കൊണ്ടല്ല. കോവിഡ് വന്നിട്ട് ജാകാതെ നിർത്തിയേക്കുന്നത് നിനക്ക് 1 വർഷം സമയം തന്നതാ. നീ ഗുണപ്പെട്ടോണം. നീ അഭിഷേകത്തിന് വിരോധമായിട്ടുള്ള എഴുത്തും പറച്ചിലൊക്കെ നിർത്തിക്കോണം. ദൈവം ഇവിടെയുണ്ട്. ഇത് സഭയുടെ അഭിഷേകത്തിന്റെ കാലഘട്ടമാണ്. സഭ മടങ്ങി വരികയാ. വിശ്വസിക്കുന്നവര്